ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 20-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് നോക്കാം. ഭവിഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് പെൻഷൻ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ. അപ്പോൾ പെൻഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ആരംഭിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ഭവിഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് അഡ്രസ്സസ് ഡിലേയ്സ്, എറേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ലോസസ് ഇൻ പെൻഷൻ പ്രോസസ്സിംഗ് ഫോർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്. അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഈ പെൻഷൻ നൽകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിലേ, അല്ലെങ്കിൽ അത് സമയത്ത് ഉണ്ടാവുന്ന എററുകൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ്, ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഭവിഷ്യ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദ സിസ്റ്റം ഓട്ടോമേറ്റ്സ് പെൻഷൻ കാൽക്കുലേഷൻ, offers real-time updates via email or SMS, and enables paperless processing through ePPOs, which are integrated with the public financial management system and banks. അതായത് ഈ ഭവിഷ്യ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തൊക്കെ ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യും, അവർക്ക് അപ്ഡേറ്റ്സ് കൊടുക്കും, ഇമെയിലും SMS-ഉം വഴി. അതുപോലെ പേപ്പർലെസ് ട്രാൻസാക്ഷൻസ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ബാങ്ക് അല്ലെങ്കിൽ ബാക്കി പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കാനാണ് ഭവിഷ്യ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടാൻ പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് മഹാരാജ ബീർ ബിക്രം കിഷോർ മാണിക്യ ബഹദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മോഡേൺ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു രാജാവായിരുന്നു. നോക്കാം. മോഡേണൈസ്ഡ് ത്രിപുര വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോംസ്. പല പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് പല എഡ്യൂക്കേഷണൽ റിഫോംസ് കൊണ്ടുവന്ന് ത്രിപുരനെ മോഡേണൈസ് ചെയ്യാൻ സഹായിച്ച രാജാവാണ് മഹാരാജ ബീർ ബിക്രം കിഷോർ മാണിക്യ ബഹദൂർ. പ്ലാൻഡ് ആൻഡ് ഡിസൈൻഡ് ദ സിറ്റി ഓഫ് അഗർത്തല, ഏർണിംഗ് ദ ടൈറ്റിൽ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ത്രിപുര. അപ്പൊ ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല എന്ന് പറയുന്നത്. അപ്പൊ അഗർത്തല എന്ന് പറയുന്ന സിറ്റി ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ത്രിപുര എന്ന് അറിയപ്പെടുന്നു. He took initiatives to explore tea cultivation and established several tea estates in Tripura. ത്രിപുരയിൽ ഒരുപാട് ടീ എസ്റ്റേറ്റുകൾ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു. He was instrumental in establishing the first airport in Tripura, the Maharaja Bir Bikram Airport. അദ്ദേഹമാണ് ത്രിപുരയിൽ ആദ്യമായിട്ട് എയർപോർട്ട് കൊണ്ടുവരാനായിട്ടും ശ്രമിച്ചത്. ആ ഒരു എയർപോർട്ടിന്റെ ഇപ്പോഴത്തെ പേര് മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് എന്നും കൂടിയാണ്. നെക്സ്റ്റ് ബന്നി ഗ്രാസ് ലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഗുജറാത്ത് സംസ്ഥാനത്തുള്ള ഒരു ഗ്രാസ് ലാൻഡ് ആണ്. അതിൽ കുറേ ഏരിയയൊക്കെ ഇപ്പൊ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ റിവൈവ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതാണ് ന്യൂസ്. എ സ്റ്റഡി കണ്ടക്ടഡ് ബൈ ദ റിസർച്ചേഴ്സ് അറ്റ് കച്ച് യൂണിവേഴ്സിറ്റി അസസ്ഡ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഇൻ ബന്നി for sustainable grassland restoration with ecological value being primary criterion. അതായത് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല ഏരിയകളും പിന്നെയും ഗ്രാസ് ലാൻഡ് ആയിട്ട് റീസ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇക്കോളജിക്കൽ വാല്യൂവിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിനെ റീസ്റ്റോർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ ബന്നി ഗ്രാസ് ലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സോൾട്ട് ടോളറന്റ് എക്കോസിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ ദ കച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്, കവറിങ് അറൌണ്ട് 3,847 സ്ക്വയർ കിലോമീറ്റേഴ്സ്. അതായത് ഏകദേശം 4,000-ഓടടുത്ത് സ്ക്വയർ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്ന ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള ഒരു സാൾട്ട് ടോളറന്റ്, അതായത് ഉപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഗ്രാസ് ലാൻഡ് ആണ് ഈ ഒരു ബന്നി ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെഡ് ടു ബി ഏഷ്യാസ് ലാർജസ്റ്റ് ഗ്രാസ് ലാൻഡ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്രാസ് ലാൻഡ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. The climate is arid and semi-arid with extremely hot summer and mild winters, receiving 300 to 400 millimeters of annual rainfall during monsoon. അതായത് ക്ലൈമറ്റ് വരുന്നത് ഭയങ്കര ചൂടാണ്. അരിഡ് ആൻഡ് സെമി അരിഡ് ക്ലൈമറ്റ് ആണ്. അതായത് ഭയങ്കര ചൂട്, വളരെ കുറഞ്ഞ മഞ്ഞുകാലം, പിന്നെ ആനുവൽ റെയിൻഫോൾ ആണെങ്കിൽ 300 മുതൽ 400 മില്ലിമീറ്റർ വരെ അത് മൺസൂൺ സീസണിലാണ് ലഭിക്കുക.
It is inhabited by pastoral communities like Maldaris who rely on livestock grazing, cattle, buffalo and sheep for their livelihood. അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പാസ്റ്ററൽ കമ്മ്യൂണിറ്റിയാണ് മൽദാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കാം ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. മൽദാരീസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ് ഏത് സ്ഥലത്ത് കാണുന്നതാണ്? അത് ഗുജറാത്തിൽ കച്ചിൽ കാണുന്നതാണ്, എക്സാക്ട്ലി ബന്നി ഗ്രാസ്ലാൻഡിൽ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ഈ പറയുന്ന ആടുകളെ മേയ്ക്കുക അല്ലെങ്കിൽ ആടുമാടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. കാറ്റില്, ബഫല്ലോ, ഷീപ്പിനെയൊക്കെ റെയർ ചെയ്താണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അതാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അപ്പൊ ബന്നി ഗ്രാസ്ലാൻഡിനെ കുറിച്ചിട്ടൊന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ. അതൊരു മൊബൈൽ ഹോസ്പിറ്റൽ സെറ്റപ്പ് ആണ്. നോക്കാം എന്താണെന്ന്. A cutting-edge mobile hospital developed by Indian Air Force as part of Army's broader BHIM initiative. അതായത് ആർമിയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് BHIM എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫുൾ ഫോം ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹ്യോഗ്, ഹിത ആൻഡ് മൈത്രി. ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹ്യോഗ്, ഹിത് ആൻഡ് മൈത്രി. അപ്പൊ BHIM ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ഹോസ്പിറ്റലാണ് ഇത് ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ട്രീറ്റ് up to 200 കാഷ്വാലിറ്റീസ്, മേക്കിംഗ് ഇറ്റ് എ റാപ്പിഡ് റെസ്പോൺസ് സൊല്യൂഷൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം 200 കാഷ്വാലിറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മൊബൈൽ ഹോസ്പിറ്റലിന്റെ സെറ്റപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഫോർ ഇഫക്റ്റീവ് കോർഡിനേഷൻ ആൻഡ് റിയൽ ടൈം മോണിറ്ററിംഗ്. അതായത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇതിലുണ്ടാവും, അതുപോലെ AI സഹായം ഉണ്ടാവും. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൊബൈൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 72 ലൈറ്റ് വെയ്റ്റ് ട്രാൻസ്പോർട്ടബിൾ കമ്പോണൻസ് ദാറ്റ് ക്യാൻ ബി ഈസിലി മൂവ്ഡ് ബൈ ഹാൻഡ്, സൈക്കിൾ ഓർ ഡ്രോൺ, ഓഫറിംഗ് അൺമാച്ച്ഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസാസ്റ്റർ സ്ട്രക്ക് ഏരിയാസ്. അതായത് പെട്ടെന്നൊരു ഡിസാസ്റ്റർ ഉണ്ടായ സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റില്ല, അപ്പോൾ ഡ്രോൺ വഴി കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വലിയ വണ്ടികൾക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ ബൈ ഹാൻഡ് അല്ലെങ്കിൽ സൈക്കിൾ ത്രൂ ഇതൊക്കെ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഈ ഒരു മൊബൈൽ ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഇതിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊൽക്കത്തയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഒരു ട്രെയിനി ഡോക്ടറിനെ റേപ്പ് ചെയ്ത് മർഡർ ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്ന ഒരു പുതിയ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ റെസ്പോൺസ് ടു വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ഫോളോയിങ് ദ റേപ്പ് ആൻഡ് മർഡർ ഓഫ് എ ട്രെയിനി ഡോക്ടർ ഇൻ കൊൽക്കത്ത, ദ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഡയറക്ടർ ദ ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മസ്റ്റ് ഫയൽ എ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വിത്തിൻ 6 hours ഓഫ് എനി വയലൻസ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഓൺ ഡ്യൂട്ടി. അതായത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ വർക്കറിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ ആ ഒരു കേസിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ ഹെഡ് അത് എൻഷുർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ആ ഒരു ട്രെയിനി ഡോക്ടറിന്റെ റേപ്പും മർഡറും ഒക്കെ കാരണം ഉണ്ടായ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഡയറക്റ്റീവ് വന്നിരിക്കുന്നത്. This directive issued by the Directorate General of Health Services addresses the increasing violence faced by doctors and healthcare staff, often from patients or their attendants. അതായത് ഈ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റീവ് കൊണ്ടുവന്നിരിക്കുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ്. ഇത് കാരണം ഡോക്ടേഴ്സിനും ഹെൽത്ത് സ്റ്റാഫിനൊക്കെ എതിരെയുള്ള വയലൻസുകൾ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പബ്ലിക് ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട് ആൻഡ് ദർ ഇസ് നോ ക്രിമിനൽ ലോ ഫോർ പ്രിവെന്റിംഗ് സെൻട്രൽ ലോ ഫോർ പ്രിവെന്റിംഗ് വയലൻസ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അപ്പൊ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെതിരെയുള്ള വയലൻസ് പ്രിവെന്റ് ചെയ്യാൻ ഒരു സെൻട്രൽ ലോ ഇതുവരെ നിലവിലില്ല.
അടുത്തത് നമ്മൾ വാഗിൾ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. വാഗിൾ ഡാൻസ് ഇസ് എ വാഗ്ലിംഗ് മൂവ്മെന്റ് പെർഫോംഡ് ബൈ എ ഹണി ബി അറ്റ് ദ hive or nest to indicate the other bees the direction and distance of a source of food. അതായത് ഈ തേനീച്ചകള് ഒരു തേനീച്ച മറ്റൊരു തേനീച്ചേനെ ഫുഡ് ഇരിക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തേനീച്ചയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഫുഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു വാംഗ്ലിംഗ് മൂവ്മെന്റ് ആണ് വാംഗിൾ ഡാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു മൂവ്മെന്റ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള കാൾ വോൺ ഫ്രിസ്ക് ആണ് വാഗിൾ മൂവ്മെന്റ് ഹണി ബീസിൽ ആദ്യം കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അഡ്വാൻസ്ഡ് ഇൻസെക്ട് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇൻസെക്റ്റുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് വാഗിൾ ഡാൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് 2+2 മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ആണ്. ഇപ്പൊ ഇന്ത്യയും ജപ്പാനും തമ്മിൽ റീസെന്റ് ആയിട്ട് അത് നടക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ദ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് ഇസ് എ ഡിപ്ലോമാറ്റിക് സമ്മിറ്റ് ഹെൽഡ് ആനുവലി സിൻസ് 2018. 2018 മുതൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് സമ്മിറ്റ് ആണ് 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് എന്ന് പറയുന്നത്. First summit was held on September 6, 2018 between India and US in New Delhi, involving discussions on defense partnerships and strategic cooperation. ഇപ്പൊ ഇന്ത്യയും US തമ്മിലാണ് 2018 ഈ ഒരു സമ്മിറ്റ് ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പൊ പല ഡിഫൻസ് പാർട്ണർഷിപ്പും സ്ട്രാറ്റജിക് കോർപ്പറേഷന്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ ആൻഡ് UK ആയിട്ടും ഈ ഒരു 2+2 മിനിസ്റ്റീരിയൽ മീറ്റിംഗ് നടത്തിയായിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ജാപ്പനീസ് ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഹാവ് അറൈവ്ഡ് ഇൻ ഇന്ത്യ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്ത്യ ജപ്പാൻ 2+2 മിനിസ്റ്റീരിയൽ മീറ്റിംഗ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2+2 മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഇപ്പൊ നടക്കാൻ പോവാണ്. അതിന് ഈ ജപ്പാനിലെ ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ആരൊക്കെ തമ്മിലാണ് 2+2 മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഇന്ത്യ നടത്തിയതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പുറത്തിറക്കിയ കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇന്ത്യ NWMI ഹാസ് റിലീസ്ഡ് ഗൈഡ് ലൈൻസ് ടു ഇംപ്രൂവ് സേഫ്റ്റി ആൻഡ് ഇക്വിറ്റി ഇൻ ന്യൂസ് റൂംസ്. ന്യൂസ് റൂമിൽ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആ ഒരു തുല്യത ഉറപ്പുവരുത്തുക, സ്ത്രീകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് ഗൈഡ് ലൈൻസ് ഈ ഒരു ഓർഗനൈസേഷൻ പുറത്തുവിട്ടിയേക്കാണ്. These guidelines address issues like poor working conditions, harassment and unfair practice. ഈ പ്രശ്നങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു ഗൈഡ് ലൈൻസ് പറയുന്നത്. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്ഹെറൻസ് ടു ലീഗൽ വർക്ക് അവർ, അതായത് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു വർക്ക് അവർ ഉണ്ടാവും, അത് എപ്പോഴും ഫോളോ ചെയ്യണം. ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സാലറീസ് വേണം. മിനിമം ഓഫ് 30 days പെയ്ഡ് ലീവ്, അതായത് 30 ദിവസത്തെ പെയ്ഡ് ലീവ് കൊടുക്കണം ഒരു വർഷത്തിൽ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊഫഷണൽ HR ഡിപ്പാർട്ട്മെന്റ്സ് വേണം. പിന്നെ പെർഫോമൻസ് അപ്രൈസൽസ് ഒക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. പിന്നെ അടുത്തത് റെഗുലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. പിന്നെ വേക്കൻസീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള ആളുകളിലേക്ക് ജോലിഭാരം കൂടും. പിന്നെ വേണ്ടത് ജേർണലിസ്റ്റ് ഷുഡ് വർക്ക് നോ മോർ ദാൻ 144 hours ഓവർ 4 consecutive weeks. അതായത് അടുത്തടുത്ത 4 ആഴ്ചകളിൽ 144 മണിക്കൂറിൽ കൂടുതൽ ഒരു ജേർണലിസ്റ്റും വർക്ക് ചെയ്യാൻ ഇടവരുത്തരുത്. അതുപോലെ തന്നെ ഒരു വീക്കിൽ മാൻഡേറ്ററി ആയിട്ട് ഒരു ദിവസം ഓഫ് കൊടുത്തിരിക്കണം. എൻഫോഴ്സ് എ സീറോ ടോളറൻസ് പോളിസി ഫോർ ടോക്സിക് ബിഹേവിയർ, അതായത് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം കാണിച്ചാൽ അതിന് ഒരു ടോളറൻസും ഇല്ലാണ്ട് സീറോ ടോളറൻസ് പോളിസി വേണം എൻഫോഴ്സ് ചെയ്യാനായിട്ട്. ഇതാണ് നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വിമന്റെ സേഫ്റ്റിക്ക് വേണ്ടി പുറത്തിറക്കിയ ഗൈഡ് ലൈൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് മലബാർ ട്രീ ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനം തവളയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ റീസെന്റ് സ്റ്റഡി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പോപ്പുലേഷൻ ഓഫ് എൻഡമിക് മലബാർ ട്രീ ടോഡ് ഇൻ ഇന്ത്യസ് വെസ്റ്റേൺ ഗാട്ട് may decline by 68.7% by 2080 due to climate change, particularly in protected areas. അതായത് വെസ്റ്റേൺ ഗാട്ടിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്ടിന് എൻഡമിക് ആയിട്ടുള്ള ഒരു തവള ആണ് ഏത് മലബാർ ട്രീ ടോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പോപ്പുലേഷൻ 2080 ആവുമ്പോഴേക്കും 68.7% വരെ കുറയാം ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം കാരണം. അതായത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ പോലും ഇത്രയും ശതമാനം കുറയാം എന്നാണ് റീസെന്റ് സ്റ്റഡി പറയുന്നത്. ലീവ്സ് മെയിൻലി ഇൻ ട്രീസ് എസ്പെഷ്യലി ഇൻ ഡെൻസ് കനോപ്പി ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അതായത് കൂടുതലും
ഈ പറയുന്ന റെയിൻ ഫോറസ്റ്റ് ഏരിയ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയാസിൽ ഈ മരങ്ങളിലാണ് ഇവർ പ്രധാനമായിട്ടും ഇത്തരം തവളകൾ ജീവിക്കുന്നത്. ഇറ്റ് ഈസ് ആക്റ്റീവ് അറ്റ് നൈറ്റ് ഫീഡിംഗ് ഓൺ ഇൻസെക്ട് ആൻഡ് അതർ സ്മോൾ ക്രീച്ചേഴ്സ് വൈൽ ഡ്യൂറിംഗ് ദ ഡേ ഇറ്റ് hides under the leaves or in tree crevices to stay safe from predators and avoid drying out. അതായത് ഈ പറയുന്ന തവളകൾ കൂടുതലും നൈറ്റിലാണ് ആക്റ്റീവ് ആവുക. ആ സമയത്ത് അവർ ഇരകൾ പിടിച്ചു കഴിക്കും. പിന്നെ ഡേ ടൈമിൽ അവർ കൂടുതലും മരങ്ങളുടെ ഇലയുടെ അടിയിലൊക്കെയാണ് ഒളിച്ചു നിൽക്കുന്നത്. ഓക്കെ, അവരെ വേറെ ഇരയാക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെയാണ് അവർ ചെയ്യുക. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ആസ് എൻഡാഞ്ചേർഡ് ഓൺ ദി IUCN റെഡ് ലിസ്റ്റ്. IUCN റെഡ് ലിസ്റ്റിലെ എൻഡാഞ്ചേർഡ് സ്പീഷീസിലാണ് മലബാർ ട്രീ ടോഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റം റെയിൽവേ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യൻ റെയിൽവേ is set to develop a master clock system to synchronize time across its entire network, addressing issues with the current manual time keeping method. അതായത് ഇപ്പോൾ റെയിൽവേയിലുള്ളത് മാനുവലായിട്ട് ടൈം സെറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. അതായത് ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ മാനുവലി അവർക്ക് സെക്ഷൻ ഓഫീസിൽ നിന്ന് കിട്ടുന്നതനുസരിച്ചിട്ടുള്ള ഒരു ടൈം മാനുവലി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേഷനിലെ ടൈംസിലൊക്കെ ചില ഡിസ്പാരിറ്റീസ് ഒക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്യണം, ഒരു മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എല്ലാ സ്റ്റേഷൻസിലും ടൈം എന്തായിരിക്കും, സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. ദിസ് ഇനീഷ്യേറ്റീവ് arose due to difficulties in investigating rail accidents caused by time mismatches across different systems and applications. അതായത് പല സിസ്റ്റത്തിലും പല ആപ്ലിക്കേഷനിലും പല ടൈമുകളായതുകൊണ്ട് കാരണം ഉണ്ടായ പല ട്രെയിൻ ആക്സിഡൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഈ മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റം റെയിൽവേയിൽ കൊണ്ടുവരാൻ പോകുന്നത്. The new master clock system will source time from reliable sources like NAVIC or National Physical Laboratory and will be integrated across various railway applications and system. അപ്പോൾ ഈ പറയുന്ന മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ടൈം ഇവരെടുക്കാൻ പോകുന്നത് എവിടെ നിന്നാണ്, അത് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വേണമല്ലോ കിട്ടുക. എന്നിട്ട് വേണം റെയിൽവേയുടെ എല്ലാ സിസ്റ്റത്തിലും ആപ്ലിക്കേഷൻസിലും ഈ പറയുന്ന ഒരു ഒറ്റ ടൈം അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവരെടുക്കുന്നത് നാവിക് അല്ലെങ്കിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ നിന്നാണ്. അതാണ് റിലയബിൾ സോഴ്സ് ആയിട്ട് അവർ ടൈം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നാവിക് എന്ന് പറയുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് ISRO ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നാവിക അല്ലെങ്കിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ നിന്നായിരിക്കും ഇവർ ടൈം സോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നാളെ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.